വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ്, വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ www.manojmelekandi.blogspot.com സന്ദർശിക്കുക. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇ ബാങ്കിങ്. എന്താണ് ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ? യെസ്, ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാണ് അർത്ഥം. എന്താണ് ഈ ഇലക്ട്രോണിക് ബാങ്കിങ്? ദാറ്റ് ഈസ് ഡൂയിങ് ബാങ്കിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് ഇ ബാങ്കിങ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസോ വിത്ത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് തരുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് സൈറ്റിൽ നമുക്ക് ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്യാം. അങ്ങനെ ഇൻഡിവിജ്വൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. 24 മണിക്കൂറും നമുക്ക് ബാങ്കിൻ്റെ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് സേവനങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടോ ഓഫീസിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ജേർണി ടൈമിലോ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അതിനാണ് നമുക്ക് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിനെ ഇ ബാങ്കിങ്, വിർച്വൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് ഓർ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇ ബാങ്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് എമൗണ്ട് ഉള്ളത്, അക്കൗണ്ടിൽ നേരത്തെ നടന്ന ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സമ്മറി, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാനും നമുക്ക് ലോണിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനും ചെക്ക് ബുക്കിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കാനും പലതരത്തിലുള്ള ബില്ലിൻ്റെ പൈസ പേ ചെയ്യാനും അതുപോലെ തന്നെ ഒരു അക്കൗണ്ടിലുള്ള പൈസ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനും അതുപോലെ തന്നെ സാധനങ്ങളും മറ്റും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമുക്ക് പേ ചെയ്യാനും ഇതൊക്കെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ നമുക്ക് 24 മണിക്കൂറും സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ദി റേഞ്ച് ഓഫ് സർവീസസ് ഓഫേർഡ് ബൈ ഇ ബാങ്കിങ്. എന്തൊക്കെ സേവനങ്ങളാണ് ഇ ബാങ്കിങ്ങിൽ പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, ATM നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും സിറ്റീസിലൊക്കെ ATM കൗണ്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ATM കൗണ്ടറുകളിലൂടെ നമുക്ക് ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. 24 മണിക്കൂറും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 24 മണിക്കൂറും ATM കൗണ്ടറിലൂടെ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ബാങ്ക് എത്രയാണോ ഒരു ദിവസം ലിമിറ്റ് വെച്ചിരിക്കുന്നത് ആ ലിമിറ്റ് വരെയുള്ള എമൗണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം. അതുപോലുള്ള ഒരുപാട് സേവനങ്ങൾ ATM കൗണ്ടറിലൂടെ 24 മണിക്കൂർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നതാണ് പോയിന്റ് ഓഫ് സെയിൽസ്, POS, പോയിന്റ് ഓഫ് സെയിൽസ്. പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്ലേസ് അറ്റ് വിച്ച് സെയിൽസ് ആർ മെയ്ഡ് ഓർ എ റീറ്റെയിൽ ട്രാൻസാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. സെയിൽസ് നടത്തുന്ന പ്ലേസിനെയാണ് നമ്മൾ പറയുന്നത് പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ട്രാൻസാക്ഷൻ നടത്തുന്ന പ്ലേസിനെ നമുക്ക് പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷുമായിട്ട് പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ള മറ്റ് മീൻസിലൂടെ നമുക്ക് ആ പൈസ അവിടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു ട്രേഡറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് പൈസയുമായിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നു, അവിടുന്ന് ഭക്ഷണം കഴിച്ച ശേഷം അതിൻ്റെ ബില്ല് നമുക്ക് ഇ ബാങ്കിങ്ങിലൂടെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടി പറ്റും. പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസിലൂടെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, EDI. ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് അലൗസ് വൺ കമ്പനി ടു സെൻഡ് ഇൻഫോർമേഷൻ ടു അനദർ കമ്പനി ഇലക്ട്രോണിക്കലി.
നമ്മൾ പണ്ട് കാലങ്ങളിൽ ലെറ്റേഴ്സ് അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് അയക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാറും, നമുക്ക് ഇമെയിൽ ചെയ്യാം. അതുപോലെ തന്നെ ബാങ്കുകൾ നമുക്കിപ്പോൾ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിക്ക് മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേറൊരു കമ്പനിയിലേക്ക് അയക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് വേറൊരു കമ്പനിയിലേക്ക് അയക്കണം, അങ്ങനെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയിലേക്ക് അയക്കാനോ ഉള്ള സേവനങ്ങൾ ഇപ്പോൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം സേവനങ്ങൾക്കാണ് പറയുന്നത് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. പർച്ചേസ് ഓർഡർ നമുക്ക് കൊടുക്കണം, ഷിപ്പിംഗ് സ്റ്റാറ്റസ് അറിയിക്കണം, കസ്റ്റംസ് ഇൻഫർമേഷൻ അറിയിക്കണം, പേയ്മെൻറ്റ് കൺഫർമേഷൻ അറിയിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ക്യാഷ്. ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ക്യാഷ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇ കറൻസി, ഇ മണി, ഇലക്ട്രോണിക് ക്യാഷ്, ഇലക്ട്രോണിക് കറൻസി ഓർ സൈബർ കറൻസി എന്നീ പേരുകളിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. It refers to a system in which a person can securely pay for goods or services electronically without necessarily involving a bank to mediate the transaction. ഒരു ബാങ്കിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപാടുകൾ ഇല്ലാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റുകൾ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിലോ അത്തരം പൈസ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്കൊക്കെ പരിചിതമായ മൊബൈൽ വാലറ്റ് ഇതിനൊരു എക്സാമ്പിളാണ്. മൊബൈൽ വാലറ്റ് എന്ന് പറയുമ്പോൾ ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ, ആമസോൺ പേ തുടങ്ങിയ ഒരുപാട് മൊബൈൽ വാലറ്റുകളുണ്ട്. അതൊക്കെ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ ക്യാഷിന് ഒരു ഉദാഹരണമാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പൈസ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക്, വേറൊരു ബാങ്കിൻ്റെ വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നും പൈസ വേറൊരു അക്കൗണ്ടിലേക്ക്, വേറൊരു ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ അതേ സെയിം ബാങ്കിൻ്റെയോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയാം. രണ്ട് രീതിയിലാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നെഫ്റ്റ് ആൻഡ് RTGS. നെഫ്റ്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ RTGS റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. ഈ രണ്ട് വിധത്തിലാണ് നമുക്ക് ഫണ്ട് ഒരു അക്കൗണ്ടിൽ നിന്നും വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ RTGS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രോസ് സെറ്റിൽമെൻറ്റ്. നെഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നെറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ RTGS എന്ന് പറയുന്നത് ഗ്രോസ് സെറ്റിൽമെൻറ്റും നെഫ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് സെറ്റിൽമെൻറ്റുമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ RTGS സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ എമൗണ്ട് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം RTGS എന്ന് പറയുന്നത് ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര വലിയ എമൗണ്ട് ആയാലും ആ സ്പോട്ടിൽ തന്നെ മറ്റൊരു കക്ഷിയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. നെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാക്സിമം അപ് ടു 2 lakh ആണ്. സാധാരണയായിട്ട് 2 ലക്ഷം വരെയുള്ള എമൗണ്ടുകളാണ് നെഫ്റ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് ചില സമയത്ത് കുറച്ച് ടൈം ഗ്യാപ്പ് എടുക്കാറുണ്ട്. കാരണം അത് നെറ്റ് സെറ്റിൽമെൻറ്റ് ബേസ്ഡ് ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് ടു കസ്റ്റമേഴ്സ്. ഇ ബാങ്കിങ് കൊണ്ട് കസ്റ്റമേഴ്സിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്താക്കൾക്കുള്ള നേട്ടങ്ങൾ. ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ഇ ബാങ്കിങ്ങിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ എന്തൊക്കെ ഇടപാടുകളാണോ നമ്മൾ ഇതുവരെ നടത്തിയത് ആ ഇടപാടുകൾ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഏത് സമയത്തും നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് 24 hours 365 days a year സർവീസ് ടു ദി കസ്റ്റമേഴ്സ് ഓഫ് ദി ബാങ്ക്. ഇ ബാങ്കിങ് എന്ന് പറയുന്നത് 24 മണിക്കൂറും നമുക്ക് സേവനം അവൈലബിൾ ആണ്. 365 ദിവസവും ലീവ് ഡേയ്സ് ഇല്ല. അതുപോലെ തന്നെ
24 മണിക്കൂറും സേവനങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സൗകര്യപ്രദമായ ഒന്നാണ്. നെക്സ്റ്റ്, കസ്റ്റമേഴ്സ് ക്യാൻ മേക്ക് സം ഓഫ് ദി പെർമിറ്റഡ് ട്രാൻസാക്ഷൻസ് ഫ്രം ഓഫീസ് ഓർ ഹൗസ് ഓർ വൈൽ ട്രാവലിംഗ് വയ മൊബൈൽ ഫോൺ. കസ്റ്റമേഴ്സിന് 24 മണിക്കൂറും ഈ സേവനങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ യാത്രാവേളയിലോ അല്ലെങ്കിൽ ഓഫീസിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടോ തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ഇൻ്റർനെറ്റിലൂടെ ബാങ്കിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇത്തരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻകൾക്കേറ്റ്സ് എ സെൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇത് സാമ്പത്തിക അച്ചടക്ക ബോധം വളർത്തുന്നു. ഓരോ ഇടപാട് നടത്തുമ്പോഴും നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് എത്രയാണ്, എന്തൊക്കെ ഇടപാടുകളാണ് ഇതുവരെ നടത്തിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഈ ബാങ്കിങ്ങിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അച്ചടക്ക ബോധം വളർത്തുന്നു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ ഓഫറിംഗ് അൺലിമിറ്റഡ് ആക്സസ് ടു ദി ബാങ്ക്. കസ്റ്റമർ ക്യാൻ അവോയ്ഡ് ട്രാവലിംഗ് വിത്ത് ക്യാഷ്. അപ്പോൾ ഈ ബാങ്കിങ് ഉണ്ടാകുമ്പോൾ കസ്റ്റമേഴ്സിന് ബാങ്കിൽ പോയിട്ട് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും എവിടെ നിന്നുകൊണ്ടും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സേവനങ്ങൾ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പർച്ചേസിങ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് ക്യാഷുമായിട്ട് ഷോപ്പിങ്ങിന് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ടിൻ്റെ ബില്ലാണോ ഉള്ളത് ആ ബിൽ എമൗണ്ട് നമുക്ക് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഈ ബാങ്കിങ്ങിലൂടെ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസിലൂടെ ആ പൈസ നമുക്ക് വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് ക്യാഷ് കൊണ്ട് യാത്ര ചെയ്യേണ്ട ആവശ്യവും ഇവിടെ വരുന്നില്ല. ഇനി നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് ടു ബാങ്ക്സ്. ബാങ്കുകൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഇ ബാങ്കിങ് കൊണ്ടുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടു ദി ബാങ്ക്. ഇ ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് കൂടുതൽ മത്സരക്ഷമത നൽകുന്നു. പെട്ടെന്ന് വികസിക്കാൻ വേണ്ടി സാധിക്കും ഈ ബാങ്കിങ്ങിലൂടെ. കാരണം കൂടുതൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെന്നില്ല. 24 മണിക്കൂറും സേവനങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വികസിക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിങ് സഹായിക്കുന്നതാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി പ്രകാരമുള്ള ഇത്തരം അവസരങ്ങൾ ഒരു ബാങ്ക് പ്രയോജനപ്പെടുത്തുമ്പോൾ ആ ബാങ്കിന് വളരെയേറെ വികസിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ഇ ബാങ്കിങ് പ്രൊവൈഡ്സ് അൺലിമിറ്റഡ് നെറ്റ്വർക്ക് ടു ദി ബാങ്ക്സ് ആൻഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഇ ബാങ്കിങ് സേവനം ഉപയോഗപ്പെടുത്തുമ്പോൾ ബ്രാഞ്ചസ് എല്ലാ സിറ്റീസിലും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കസ്റ്റമേഴ്സിന് വളരെ റെയർ കേസിൽ മാത്രമേ ബ്രാഞ്ചസിലേക്ക് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റ് മിക്കവാറും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ ബാങ്കിങ്ങിലൂടെ വീട്ടിലിരുന്നു കൊണ്ടോ ഓഫീസിലിരുന്നു കൊണ്ടോ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിറ്റീസിലും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിങ് സേവനങ്ങളിലൂടെ കസ്റ്റമേഴ്സിന് എല്ലാ സേവനങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ലോഡ് ഓൺ ബ്രാഞ്ചസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ബ്രാഞ്ചസിൽ വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം താരതമ്യേന വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിലെ മാനേജേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്കോ ജോലി ഭാരം വളരെയേറെ കുറക്കാൻ വേണ്ടി സാധിക്കും. കാരണം കസ്റ്റമേഴ്സിന് വീട്ടിലിരുന്നു കൊണ്ട് ബാങ്കിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചസിൽ ഉള്ള തിരക്കുകൾ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.